പത്തനംതിട്ടയിലെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശനാണെങ്കിലും അനിക്കാണെങ്കിലും നമ്മൾ അവന്തികയുടെ അടുത്തൊരു ചെറിയൊരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരാരും പറയാതെയൊക്കെ ആണെങ്കിലും നമ്മൾ അവന്തികയുടെ പിറകെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാനൊക്കെ ഇവർ പോകുന്നുണ്ട്. പോകുന്ന സമയത്താണെങ്കിൽ ആദർശവും അനിയും കാണുന്ന ആ ഒരു രംഗം കണ്ടിട്ടാണെങ്കിൽ അവർ ആകെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവന്തിക ആണെങ്കിൽ അവന്തികയും അച്ഛനും കൂടെ സംസാരിക്കുന്നതൊക്കെ കാണുന്നത്. അങ്ങനെ ആദർശമൊക്കെ ആണെങ്കിൽ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇവരെന്താ ഇവർ അച്ഛൻ പറഞ്ഞിട്ടാണോ അവന്തിക ഇപ്പം അനന്തപുരിയിലേക്ക് വന്നതെന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇവരുമൊക്കെ എയിം ജ്വല്ലറി ആയിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് ഇനി ഇവരും കൂടെയൊക്കെ ചേർന്നിട്ടാണോ എന്നെ പിന്നെ ദുബായിൽ ജയിലിൽ പിടിക്കാനൊക്കെ നോക്കിയെന്നൊക്കെ പറയും. നമ്മളെ ബിസിനസ്സിൽ തകർക്കാനൊക്കെ നോക്കുന്നതിനകത്ത് ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, അതിനകത്ത് തന്നെ അബിക്കുമൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട് അബിക്കും അപ്പച്ചിക്കും ഒന്നും അതിനകത്തൊരു പങ്കും കാണത്തില്ല ആദർശയുടെ കാര്യം. അവർക്ക് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ഇടപാടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുമല്ല പിന്നെ ആദർശേട്ടനൊക്കെ പറഞ്ഞതനുസരിച്ച് ഒന്ന് വെച്ച് നോക്കുന്ന ടൈമിൽ അവർക്കാണെങ്കിൽ ഇപ്പോൾ ജലജപ്പച്ചിയുടെ ഭർത്താവിനാണെങ്കിലും ജലജപ്പച്ചി അടുത്താണെങ്കിൽ ഒരു സ്നേഹമോ കാര്യങ്ങളൊന്നും കാണത്തില്ലല്ലോ. അന്ന് അയാൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് പോകുന്ന സമയത്താണെങ്കിലും ജലജപ്പച്ചി ആണെങ്കിൽ കൂടെ പോയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം എന്തായാലും അയാൾക്കൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അപ്പച്ചി എടുത്ത് കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അനി പറയുന്നുണ്ട് എന്തായാലും ആദർശയുടെ ഇത്രയൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞല്ലോ, ഇത് നമുക്ക് ഉടനെ തന്നെ മുത്തശ്ശിനെ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശം അനിയും കൂടെ നേരെ അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അവിടെ വെളിയിലിരുന്ന് ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശ ഒരു കാര്യം മുത്തശ്ശൻ്റെ അടുത്ത് അർജൻറ്റായിട്ട് എനിക്ക് പറയാനുണ്ടെന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോനെ, എന്താ നിനക്ക് പറയാനുള്ളത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് പറയുന്നുണ്ട് ഉണ്ട് മുത്തശ്ശ പറയാം, പക്ഷേ നമുക്കത് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ആദർശാണെങ്കിൽ ആ ഫോണിൽ നിന്ന് ആ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവന്തികയും അച്ഛനെയൊക്കെ കാണുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇതൊരു സംഭവം നടക്കുമെന്നൊക്കെ എനിക്കറിയായിരുന്നു, പക്ഷേ ഇത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ബിസിനസ്സിൽ ഇങ്ങനെ ചെറിയ തകർച്ചയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു സംഭവം നടക്കുമെന്നുള്ള കാര്യമൊന്നും എനിക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. എന്തായാലും ഇയാൾക്ക് നമ്മളത്തെ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണും മോനെ, അന്നത്തേൻ്റെ ആ സത്യാവസ്ഥകളും കാര്യങ്ങളൊന്നും ഇയാൾക്ക് അറിയത്തില്ലല്ലോ. അപ്പം ആ ഒരു ദേഷ്യമൊക്കെ നമ്മളുടെ അടുത്ത് കാണും മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശ ഞങ്ങൾക്ക് അവന്തികയിലൊരു സംശയം ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ അവന്തിക വന്നതിന് ശേഷമാണ് നമുക്ക് ഇച്ചിരി ബിസിനസ്സും കാര്യങ്ങളൊക്കെ തകർച്ചയിലൊക്കെ വന്നത്. അപ്പം അവന്തികയുടെ ഒരു സംശയം ഉള്ളത് കൊണ്ട് ഞാനും അനിയും കൂടെയൊക്കെ അവന്തികയുടെ പിറകെ ഒന്ന് പോയതായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും മോനെ ഇനി ഇവരും എയിം ജ്വല്ലറിക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് കണ്ടെത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും മോനെ ഇതിൻ്റെ അന്വേഷണം നമുക്ക് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് നന്ദുവിനെ ഏർപ്പാട് ചെയ്യാം. നന്ദു ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ, നന്ദു രഹസ്യമായിട്ട് ഇതൊക്കെ അന്വേഷിക്കും. അപ്പോൾ ഒരാൾ രഹസ്യമായിട്ട് അന്വേഷിക്കുകയും ചെയ്യും, അതിൻ്റെ മറുഭാഗത്ത് നമുക്കും ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് കൂടെ നവീനും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇനി നമ്മൾ അവന്തിക എവിടെയെല്ലാം പോകുന്നു ആരെയെല്ലാം കാണുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ എങ്ങനെയെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നല്ലതുപോലെ അറിയണമെന്നൊക്കെ മുത്തശ്ശനാണെങ്കിൽ നമ്മൾ അനിയെയും ആദർശനെയൊക്കെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ വേറെ ആരുടെടുത്തും പറയണ്ട, നയനടുത്തും ദേവയാനിയടുത്തും മാത്രം പറഞ്ഞാൽ മതി. വേറെ ആരുടെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും മറ്റുള്ളവർ അറിയും, പിന്നെ നമ്മളെ ശ്രമം വെറുതെ ആയി പോവും. എന്തായാലും നമ്മൾ പ്രൗഢിയും പ്രതാപവും ഒക്കെ നമുക്ക് തിരിച്ച് പിടിച്ചെടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും മോനെ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ഈ ഏഞ്ചലുകാർക്കാണെങ്കിൽ അവർ നല്ലതുപോലെ കളിക്കുന്നുണ്ട്, അതിന് നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവർ തന്നെ അവർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശന് പറയുന്നുണ്ട് എന്തായാലും കലാശക്കൊട്ടിനൊക്കെ സമയമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനി അവന്തികയും അവന്തികയുടെ അച്ഛനും എന്തായാലും എത്രയും പെട്ടെന്ന് അവർ നാട്ടിലേക്ക് വന്ന കാര്യം എന്താണെന്നൊക്കെ നമുക്ക് നല്ലതുപോലെ നമുക്ക് അന്വേഷിച്ച് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ തന്നെ തുണിഞ്ഞിറങ്ങുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.